ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേൾക്കാം. അപ്പോൾ സീരിയലിൽ നമ്മുടെ അലീന രേവതിക്കുട്ടിയെ ഇങ്ങനെ ഉപദേശിച്ച് കൊടുക്കുകയാണ്, നമ്മൾ അനാഥരാണ്, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ നീ ഇവരോട് കാണിക്കുന്ന സ്നേഹം ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നീ ഇടപെടരുത്. കാരണം നാളെ നിൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വരുമ്പോൾ അവർ ചിലപ്പോൾ നിന്നെ മറന്ന് അവരെ സ്നേഹിക്കാം. അത് നിനക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, ഇനിയിപ്പോൾ അതിന് അവർക്ക് ആരാ വേറെ ഉള്ളത് എന്ന് പറയും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മോളെ. നീ കൂടുതൽ പിന്നെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ ആരെങ്കിലും സ്നേഹിക്കുമ്പോൾ ഇപ്പോൾ എന്നും ഈ സ്നേഹം ശാശ്വതമാവില്ല. അപ്പോൾ സ്നേഹിക്കുമ്പോൾ നിനക്കത് വിഷമാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലിക്കാരി തന്നെയാണ്, ഒരിക്കലും നമ്മൾ വീട്ടുകാരാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് 100% സത്യമാണ് കേട്ടോ. നമ്മൾ സ്വന്തം വീട് പോലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ നമ്മൾ ആരും അല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ ഞാനൊരു വീട്ടുജോലിക്കാരിയായിരുന്നു. എനിക്കിതുപോലെ പ്രശ്നങ്ങളായിട്ട് ഞാനും ഒരുപാട് ഒരു സ്വന്തം വീട് പോലെ കണ്ട് എല്ലാം ചെയ്ത് അവസാനം നമ്മൾ ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ വന്ന് നിന്ന ഒരവസ്ഥയും എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കും വളരെ ശരിയാണ്. എന്നും ജോലിക്കാർ തന്നെയാണ്. എന്തൊക്കെ അവർ പറഞ്ഞാലും അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടി അവർ ഇങ്ങനെ നമ്മളെ പൊക്കി കൊണ്ടുവരും. അത് കഴിയുമ്പോൾ നേരെ ഡീം എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് ഇടുകയും ചെയ്യും. അത് സത്യമാണ്. അത് എൻ്റെ അനുഭവമാണ്. ഞാനും ഒരു 13 വയസ്സ് 14 വയസ്സ് മുതൽ വീട്ടുജോലിയും സ്കൂളിലെ പഠിത്തവും ഒക്കെ ആയിട്ട് പോയിരുന്ന ആൾ തന്നെയാണ്. ഓക്കെ, ഞാൻ കഥയിൽ നിന്ന് മാറിപ്പോയി, സോറി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ജോലികൾ ചെയ്യാണ് നമ്മളുടെ ജോലികളല്ല, അലീന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് രേവതിക്കുട്ടിയോട്. അങ്ങോട്ട് ഒരിക്കലും നീ കൂടുതലായിട്ടൊന്നും മോഹിക്കരുത്. അവർ സ്നേഹിച്ചോളൂ, ആരുമില്ല, ശരിയൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ആരാണ് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ വെറും വീട്ടുജോലിക്കാരാണ്, അനാഥരാണ്. ആ ഒരു ബോധം എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. നല്ല നമ്മുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെയും സ്നേഹിക്കുക, അത് മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. അങ്ങോട്ട് നീ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വെക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ശരിയല്ലേ ചേച്ചി, നമ്മൾ ആരുമില്ല അല്ലേ, നമ്മൾ ശരിക്കും അനാഥരാണല്ലേ എന്നറിയും. അതേ മോളെ, നമുക്ക് നമ്മൾ തന്നെയുള്ളൂ, നമുക്ക് ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വ്യത്യാസം കൊല്ലത്തേക്ക് പോകണ്ട, ഇനി കൊല്ലത്ത് പോകണം. അപ്പോൾ മോളെ മറ്റേ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനെ കാണാൻ വേണ്ടിയിട്ട് കൊല്ലത്തും പോകണം. അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് അലീനയ്ക്ക് ഇവിടേക്ക് പോകാൻ, പാലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുകയാണ്, പറമ്പ് കൂടെ നടക്കുക. കറിവേപ്പില ഒടിക്കാൻ വേണ്ടി വന്നത് രേവതിക്കുട്ടി. അപ്പോൾ ഈ പറമ്പ് കാണുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ പറയും, മോളെ നീ തനിച്ചൊന്നും ഇങ്ങോട്ട് വരരുത് കേട്ടോ, എനിക്ക് എന്നെ കണ്ടിട്ട് പേടിയാവുന്നു, ഇവിടേക്ക് ആരും വരാറില്ലേന്ന് വയ്ക്കും. അപ്പോൾ ഒരു ഭാഗത്ത് കുറേ കപ്പ നട്ടിട്ടുണ്ട്, വാഴ ഉണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലമൊക്കെ ഇവരുടെയാണ് വയ്ക്കുമ്പോൾ, ഇതൊക്കെ ഇവരുടെ തന്നെയാണ്. ഇടയ്ക്ക് ആരെങ്കിലും പണിക്കാരെങ്കിലും വരും, അത്ര തന്നെ ഉള്ളൂ എന്നൊക്കെ പറയും. പിന്നെ തേങ്ങ പൊഴിഞ്ഞതൊക്കെ എടുക്കാനും ഞാനും ആൻറ്റിയും കൂടെ വരിക. ഡ്രൈവറുണ്ട്, മത്തായിക്കുട്ടിയെന്നോ തോമസ് കുട്ടിയെന്നോ എന്താണ് അയാളുടെ പേര്. ഞങ്ങൾ മൂന്നുപേരും കൂടെ വന്നിട്ടാണ് പോവുക. എന്നെ ഒറ്റയ്ക്ക് എന്തായാലും പുറത്തോട്ടൊന്നും ഇങ്ങോട്ടൊന്നും വിടാറില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, വരരുത് നീ തനിച്ച്, ആരുമില്ലാതെ തനിച്ച് വരരുത്, എനിക്കെന്നെ പേടിയാവുന്നു കണ്ടിട്ട് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, അല്ല ചേച്ചി, ഞാൻ ഒറ്റയ്ക്കല്ലേ വരും, ഇന്നിപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ടാണ് കറിവേപ്പില ഒടിക്കാൻ ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വരാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവരത് കൂടെയൊക്കെ നടന്ന് ഇതൊക്കുമ്പോൾ കാണാം, രേവതിക്കുട്ടി ഒരു വഴിക്കാവും, അലീന വേറൊരു വഴിക്കാവും. അപ്പോൾ അലീന വിളിക്കുന്നുണ്ട്, രേവതിക്കുട്ടി നീ വിടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി എന്നും പറയുന്നുണ്ട്. പക്ഷേ അപ്പം കാണാൻ ഒരാൾ നിന്നിട്ട് ഒരു കായക്കൊല വെട്ടി താഴെ വെച്ചിരിക്കുന്നു, വെട്ടത്തിയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അലീന കാണുന്നത്. അലീന ഇത് കാണുമ്പോൾ ആകെ പേടിക്കുകയാണ്. ഇയാളാണ് അലീനെ നോക്കി ഇങ്ങനെ ഒരു വഷളം ചിരിച്ചിരിക്കുന്നുണ്ട്. പേടിച്ച ചിരിയാണോ ഇനി എന്താണെന്നറിയില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ ഓടും, വെട്ടുകത്തി വെച്ച് ഓടുകയാണ്. അപ്പോഴേക്ക് രേവതിക്കുട്ടി ഓടി വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്താ ചേച്ചി, എന്ത് പറ്റി എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടിയുടെ കയ്യിൽ കുറേ ഇലകളും ഒക്കെ ഉണ്ട്, വാഴയിലൊക്കെ വെട്ടി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെ ഇപ്പോൾ ഇവിടെ ഒന്ന് ചോദിക്കണം രേവതിക്കുട്ടി. അപ്പോൾ അതാ പറഞ്ഞേ, ഒരാൾ ഒരു വെട്ടത്തിയും പിടിച്ച് ആ വാഴക്കൊലയും വെട്ടി നിൽക്കുന്നുണ്ടെന്ന്, കള്ളനാന്ന് തോന്നുന്നു പറയുമ്പോൾ, കള്ളന്മാരൊക്കെ വരും, മതിൽ പൊളിഞ്ഞ് കിടക്കല്ലേ, അപ്പോൾ അതിൽ വന്ന് എടുത്തുകൊണ്ട് പോവാറുണ്ട്, എന്നാൽ ഈ പട്ടാപ്പകലൊക്കെ കള്ളന്മാരുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ
അതിനെന്താ, അതിപ്പോൾ എവിടുന്നൊക്കെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഇപ്പോൾ ആരും അറിയാറില്ല, ആരും ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ അലീന പറയും, മോളെ നീ ശ്രദ്ധിക്കണം, ഞാൻ ഇതാ നിന്നോട് പറഞ്ഞത്, ഒരിക്കലും തനിച്ച് ഇങ്ങോട്ട് വരില്ല, വല്ലതും ചെയ്താൽ പോലും അറിയില്ല, അതുകൊണ്ട് നീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ആൻറ്റി ഇല്ലാണ്ട് പുറത്തിറങ്ങുക ചെയ്യരുത് അറിയുമ്പോൾ, ഇല്ല ചേച്ചി ഞാനത് ശ്രദ്ധിക്കാം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് എന്നിട്ട് നീ വേഗം വാ, ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുക, എന്നിട്ട് വേണ്ടേ നമുക്ക് പോവാൻ, നീ വേഗം വാ, പോയിട്ട് വേണ്ട ഇങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഇവൾക്കും രേവതി കുട്ടിക്കും കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് തോന്നുന്നു. പക്ഷേ ഇവരോട് ഗ്രേസമ്മോടും മാമച്ചനോടും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ മട്ടൺ സ്റ്റൂ, ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയാണ്, പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും കറികളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി പോയാൽ മതി. അപ്പോൾ നിങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൈ ഡിക്കിൻ്റെ ഇടയിൽ മറ്റേ കുടുങ്ങിയിട്ട് കൈ വേദനിച്ചിട്ടുണ്ട് ഗ്രേസമ്മ വരുന്നത്. അപ്പോൾ പറയുന്നത് ഞാൻ കൈ പിടിച്ച് വലിക്കാതില്ലേ കൊച്ചേ എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ അത്ര വലിയ വേദനയൊന്നുമില്ല, വന്നേ ഭക്ഷണം കഴിച്ചേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുകയാണ്, അലീന പോകുന്നില്ലേ, കൊല്ലത്ത് പോകണ്ടേന്ന് വയ്ക്കുമ്പോൾ പോകണം, അലീന ചേച്ചിക്ക് പോകണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്നാ നിനക്കെന്താ അതിനെന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ. അല്ല അലീന ചേച്ചി പോകുന്നുണ്ട്. അപ്പോൾ പോട്ടെ അതിനെന്താ നോക്കും പിന്നെയും ഗ്രേസമ്മ. അല്ല ഞങ്ങൾ കുറേ ഞാനും മോളെ കണ്ടിട്ട് അപ്പോൾ എനിക്കും ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും വേണ്ട, എടുത്ത വഴിക്ക് ഗ്രേസമ്മ പറയും വേണ്ടാന്ന്. അപ്പോൾ അങ്കിളെ എന്ന് പറയുമ്പോൾ വേണ്ട പോണ്ട എന്ന് മാമച്ചനും പറയും. ശരി എന്നാൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രേസമ്മ അങ്ങനെ നോക്കുകയാണ് അലീനയുടെ മുഖത്തേക്ക്. അലീനയ്ക്ക് ആകെ വിഷമാവും, അലീനയ്ക്ക് അവളെ കൂട്ടിയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ശരി എന്നാൽ വേണ്ട, ഞാനില്ല ചേച്ചി, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോയി കണ്ടോളാം, ഒരു കാര്യം ചേച്ചി പൊക്കോ, പോയി വേഗം ഭക്ഷണം കഴിച്ചിട്ടെന്നാൽ പോവാമെന്നൊക്കെ, വൈകണ്ട ചേച്ചി, ഇനി ഇങ്ങോട്ട് വരുമോ അതോ നേരെ പാലേക്ക് പോകുമെന്ന് പറയും. അപ്പോൾ ഞാനത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലീന ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക, കാരണം അവളെയും കൂട്ടി പോവാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പക്ഷേ ആകെ വിഷമത്തില്ല. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക, എന്നിട്ട് അറിയും ഒരു കാര്യം ചെയ്യാം, അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ ഇവളെയും കൊണ്ടാവും രവതി കുട്ടിയും കൂടെ പോന്നോട്ടെ, അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ പിന്നെ ഓക്കെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മയും പറയും അത് അലീന പറയുകയാണെങ്കിൽ ഞങ്ങൾ വിടാം എന്നറിയും. അപ്പോൾ അതിനെന്താ, അലീന ചേച്ചിക്ക് 100 വട്ടം സമ്മതമാണ് എന്നറിയും. അപ്പോൾ അത് നീയാണോ തീരുമാനിക്കാൻ? അപ്പോൾ പറയും അത് എൻ്റെ ചേച്ചിയല്ലേ, എനിക്കറിയാം എൻ്റെ ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം എന്നറിയും. അതൊന്നും പറ്റില്ല, അലീന എന്നെ പറയട്ടെ എന്നറിയും. അപ്പോൾ അലീന പറയും എനിക്ക് സമ്മതമാണെന്നറിയും. എന്നാൽ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ നോക്കി രണ്ടുപേരും കൂടെ എന്നൊക്കെ പറയാൻ കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് രണ്ടുപേർക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ അവിടെ ഭയങ്കര ചപ്പാത്തി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലുമാണ്. അപ്പോൾ വൈജയന്തിയും കൃഷ്ണമോളുമാണ് കിച്ചണിൽ. കൃഷ്ണമോള് ചപ്പാത്തി നീ വേഗം അങ്ങോട്ട് പരത്ത് ചപ്പാത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇത് ഉരുളക്കിഴങ്ങ് ചെത്തി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. കൃഷ്ണമോൾ നിന്ന് ചപ്പാത്തി പറഞ്ഞ അമ്മേ ഈ ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ നിന്ന് മാവ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും അതിൽ കുറച്ച് മാവ് അങ്ങോട്ട് തൂവി കൊടുക്കടി, എന്നിട്ട് പരത്ത്, എന്നാൽ തന്നെ ശരിയാവുള്ളൂ എന്ന് പറയും. ഇത് മാവിൻ്റെ കുഴപ്പമൊന്നുമില്ല, അമ്മ അത് കുഴച്ചപ്പം കുറച്ച് വെള്ളം കൂടിപ്പോയി, ഇതിപ്പോൾ എനിക്ക് നല്ല ആർക്കും പരത്താൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു മറ്റേ ചേച്ചിയോട് വെറുതെ തട്ടിക്കാരൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അന്ന് ചേച്ചി ഇങ്ങനെ ഓരോന്നും ഒരുക്കി തരുമ്പോൾ അതിന് കുറ്റം പറയാൻ എല്ലാവരും ഉണ്ട്, അല്ലാണ്ട് അതിനൊരു നല്ല വാക്ക് പറയാൻ ഇവിടെ ആരെയും കണ്ടിട്ടില്ല. നീ തുടങ്ങി നീ നിൻ്റെ ജോലി ചെയ്യേ, പെട്ടെന്ന് ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും മറ്റേ മൂത്തയാൾ ഭവിത വരികയാണ്. അല്ല ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ ആയില്ലേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് പോണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വരിക. എന്നാൽ നീയും കൂടെ വാ അടുക്കളയിൽ സഹായിക്കാമെന്ന് പറയും. അപ്പോൾ പറയും അവളെ പറഞ്ഞയക്കേണ്ടായിരുന്നില്ല അല്ലേ അമ്മേ എന്ന് അറിയണേ മൂത്തവൾ. അപ്പോൾ പറയും പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പക്ഷേ ഞാൻ പോണ്ടെന്ന് പറഞ്ഞാൽ അവൾ പോവില്ലായിരുന്നു എന്ന് പറയും. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 2 ദിവസത്തെ ലീവ് ആർക്കായാലും കൃഷ്ണമോൾ എന്താ വെച്ചാൽ നമ്മുടെ അലീനയെ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കുള്ളൂ. അപ്പോൾ പറയും ശരിക്കും ചേച്ചിക്ക് എന്നാൽ അമ്മയ്ക്ക് അല്ല ഇതിന് മുന്നേ നിന്ന് ജോലിക്കാരെ വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഭവിത.
അപ്പോൾ പറയും അതെങ്ങനെയാണ് വിളിക്കുന്നത്, അതിനെ അവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും നിൽക്കുമോ സമാധാനമായിട്ട്, എല്ലാവരും എന്ത് ചെയ്താലും കുറ്റ. ഇപ്പോൾ കൃഷ്ണയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പറയും എന്താണ് ആ അലീന ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലത്തെ ജോലിയൊന്നും അലീന ചേച്ചിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മുത്തശ്ശിയുടെ റൂമിക്കും നോക്കിയിട്ടില്ല എന്ന്. അപ്പോൾ പറയുക എനിക്കിത് നേരം കിട്ടണ്ടേ കയറാൻ എന്ന് പറയുന്നത് വൈജയന്തി. അതെ അലീന ചേച്ചി എല്ലാം നമുക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ചോറും കറികളും ഒക്കെ വയ്ക്കും, മുത്തശ്ശിയുടെ കാര്യങ്ങളും നോക്കും, ഈ വീട് മൊത്തം അടിച്ചു തുടയ്ക്കും, എന്നാലും ഒരു നല്ല വാക്ക് പറയില്ല അമ്മ എന്നിങ്ങനെ പറയുകയാണ് കൃഷ്ണ. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണ് അമ്മയുടെ സ്വഭാവം. ആരെങ്കിലും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണ്ടേ, ഇത് അതില്ല. അപ്പോൾ മുത്തശ്ശിയുടെ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, മുത്തശ്ശിയുടെ അവസ്ഥ എന്തായോ എന്നറിയില്ല എന്നങ്ങനെ കൃഷ്ണ പറയുക. അപ്പോൾ പറയും എനിക്ക് നേരം കിട്ടിയില്ല, അതന്നെ അറിയാം. എന്തുകൊണ്ടാണ് നേരം കിട്ടാത്തത്, ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ട് അമ്മേ എന്നൊക്കെ അങ്ങനെ ഈ കൊച്ചു പറയും. നീ വലിയ വായിൽ ചെറിയ വായിൽ വലിയ വർത്താനൊന്നും പറയേണ്ട, അറിയാം ഞാനൊന്നും പറയുന്നൊന്നുമില്ല, എന്നെക്കൊണ്ട് വയ്യ ചപ്പാത്തി വരത്താം, വേണമെങ്കിൽ അങ്ങ് പരത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ദേഷ്യം പിടിച്ചിട്ട്. പറയും അലീന ചേച്ചി എന്ത് പാവാന്നറിയോ, അലീന ചേച്ചി എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റാണ്, എപ്പോഴെങ്കിലും അമ്മ ഒരു നല്ല വാക്ക് അലീന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യമാണെങ്കിലും എല്ലാം അലീന ചേച്ചി നന്നായിട്ടല്ലേ ചെയ്യുന്നത്, എന്നിട്ടും അലീന ചേച്ചിക്ക് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും അലീന ചേച്ചി പറഞ്ഞതുകൂടെയല്ലേ ഈ വീട്ടുജോലി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അലീന ചേച്ചി പറഞ്ഞതല്ലേ എന്ന് പറയും. പിന്നെ നിൻ്റെ ഒരു അലീന ചേച്ചി വന്നിരിക്കുന്നു, അവളിങ്ങ് വരട്ടെ, അവൾക്കുള്ളത് ഞാൻ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഭവിതയും പോകുന്നുണ്ട്, കൃഷ്ണയും പോകുന്നുണ്ട്. അത് അപ്പോഴേക്കും ചപ്പാത്തി എന്തോ കല്ലിലിട്ടണോന്നു, അത് കരി എന്തോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പോയി പിടിക്കുന്നുണ്ട്, കൈ പൊള്ളുന്നുണ്ട് വൈജയന്തിയുടെ. അപ്പോൾ ആ ദേഷ്യമൊക്കെ എന്താ പറയുക, അലീന വന്നാൽ തീർക്കണം എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അലീനയും പിന്നെ നമ്മളുടെ രേവതി കുട്ടിയും കൂടെ പോവുകയാണ് ഇവിടേക്ക്, കൊല്ലത്ത് പോവുകയാണ് മോളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും നീ ബാഗ് എടുത്തോ, ഞാൻ ബാഗ് എടുത്തു ചേച്ചി, ഇനി എന്നെ കൊണ്ടാക്കാൻ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ ഇവിടെ ആക്കി ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴേക്കും എന്താവുകയാണോ അവിടുത്തെ അവസ്ഥ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും നമുക്ക് അവരോടും കൂടെ ആൻറ്റിയോടും അങ്കിളിനോടും കൂടെ വരാൻ പറയായിരുന്നു, കാർ എടുത്തിട്ട് നമ്മളെവിടെ കൊണ്ടാക്കുകയും ചെയ്യാം, അവർക്ക് എനിക്ക് തിരിച്ചതിൽ തന്നെ പോരും ചെയ്യായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും വേണ്ട, അത് കുറേ പെട്രോൾ അടിക്കണം, കുറേ പൈസയാവും അതിന്, പിന്നെ അങ്കിളുടെ പ്രായമായില്ലേ, ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും, അത്രയും ദൂരം ഓടിച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണ്ടേ, അതൊക്കെ ബുദ്ധിമുട്ടാവും, നമ്മൾ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് പോകാവുന്നതിലുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും നീ ബാഗ് എടുക്കണോ എന്ന് ചോദിക്കണേ രേവതി കുട്ടി. പറഞ്ഞു ബാഗ് ഇനി എടുക്കേണ്ട ആവശ്യമില്ല, വല്ല മോൾക്ക് ഉടുപ്പ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേന്ന് പറയും. അതൊക്കെ നമുക്ക് അവിടെ കൊല്ലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മേടിക്കാം, അതാ നല്ലത് പറയും. അപ്പോൾ കൊല്ലത്ത് ചെന്നാൽ മാത്രം അവിടുന്ന് കുറച്ചും കൂടെ ദൂരം ഉണ്ട് തോന്നുന്നു, എന്താണ് സ്നേഹഭവനല്ലേ വേറെ എന്തോ ഒരു പേരാണ് അവർ പറയുന്നത്, അവിടേക്ക് പോവാൻ എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം സാറില്ല, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി, ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി, ഇനി അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് എത്തണ്ടേ, അപ്പോൾ വേഗം വാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുന്നതാണ് കാണുന്നത്. പക്ഷേ മാമച്ചനും നമ്മുടെ ഗ്രേസമ്മയും തന്നെയാണ് അവരെ കൊണ്ടുപോകുന്നത് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ പെയ്തു തീരും മുന്നേ എന്നുള്ള പിന്നെ കഥ നല്ല കഥയാണ് അല്ലേ, സീരിയൽ അത് മിസ്സാക്കാണ്ട് കാണുക. അതുപോലെ തന്നെ അത് ടി വിയിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.